അധ്യാത്മരാമായണം ബാലകാണ്ഡം തുടർച്ച. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താൽ ഉത്തമത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗച്ഛവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാറുഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാ ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ. ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം.
തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു. സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പൊക്കു യാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോ അഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകമ്പുക്കു. മുപ്പുരുവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പൊക്കു തടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോടയോധ്യയും പൊക്കു. ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പൊക്ക. വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം പൊക്ക കാലത്തു വിരാതനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പൊക്കിതു. പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ. രക്ഷോനായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണനവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയൊടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോടു ചൊന്നാൾ, മായയാ പൊന്മാനായി വന്നോരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി.